നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പറക്കാനൊരുങ്ങി ഇന്ത്യക്കാർ. ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കോവിഡ് വാക്സിന് വേണ്ടി ബ്രിട്ടനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യക്കാർ. ഫൈസർ വാക്സിന് ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകിയതോടെ കുത്തിവയ്പ്പിനായി UK പോകുന്നതിനെ കുറിച്ച് നിരവധി ഇന്ത്യക്കാർ അന്വേഷണം ആരംഭിച്ചുവെന്നാണ് ട്രാവൽ ഏജന്റുമാർ. എത്രയും പെട്ടെന്ന് UK പോകുന്നതിനായുള്ള മാർഗങ്ങളാണ് നിലവിൽ ഇന്ത്യക്കാർ അന്വേഷിക്കുന്നത്. അടുത്ത ആഴ്ച പൊതുജനങ്ങൾക്കായി ബ്രിട്ടനിൽ ആരംഭിക്കുന്ന കൂട്ട വാക്സിനേഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി 3 നൈറ്റ് പാക്കേജ് ആണ് ഒരു ഏജന്റ് തയ്യാറാക്കുന്നത് എന്നതും ശ്രദ്ധേയമാകുന്നു. US കമ്പനിയായ ഫൈസറും ജർമ്മൻ കമ്പനിയായ ബയോടെക്കും ചേർന്ന് വികസിപ്പിച്ച വാക്സിന്റെ 2 ഡോസ് വീതം നൽകുന്നതിനാണ് ബ്രിട്ടൻ അനുമതി നൽകിയത്. സ്വതന്ത്ര റെഗുലേറ്ററായ മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസിയുടെ വിശകലനത്തിന് ശേഷമാണ് ഇവർ അനുമതി നൽകിയത് തന്നെ. കോവിഡ് വാക്സിൻ ലഭിക്കുന്നത് എങ്ങനെ, എപ്പോൾ UK പോകാൻ സാധിക്കുമെന്ന് ചിലർ അന്വേഷിച്ചതായി മുംബൈയിലെ ട്രാവൽ ഏജന്റ് പറയുകയാണ്. എന്നാൽ ഇന്ത്യക്കാർക്ക് നിലവിൽ UK വാക്സിൻ കിട്ടുമോ എന്ന് പോലും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും വയോധികർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭ്യമാകുന്നത്. ഫൈസർ വാക്സിനെ കുറിച്ച് ബുധനാഴ്ച UK സർക്കാരിന്റെ അറിയിപ്പ് ലഭിച്ചതിന് ശേഷം ഓഫ് സീസൺ ആയിരുന്നിട്ട് കൂടി UK വിസ ലഭിച്ചവരും ലണ്ടനിലേക്ക് പോകാൻ കഴിയുന്നവരുമായ ചില ഇന്ത്യക്കാരിൽ നിന്ന് അന്വേഷണങ്ങൾ ലഭിച്ചതായി സ്ഥാപകനും സിഒയുമായ നിഷാന്ത് പിറ്റി വെളിപ്പെടുത്തുകയുണ്ടായി. പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് നിർബന്ധിത ക്വാറന്റൈൻ ആവശ്യമുണ്ടോ എന്ന UK സർക്കാരിന്റെ വ്യക്തതയ്ക്കായി കമ്പനി കാത്തിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ വാക്സിനേഷൻ ലഭിക്കാൻ അർഹരാണോ എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ വാക്സിനേഷന് വേണ്ടി പോകുന്നവർക്കായി പ്രത്യേക 3 നൈറ്റ് പാക്കേജ് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ഇതിനായി ഒരു എയർലൈനുമായി ടിക്കറ്റ് നിരക്കിൽ ചർച്ച നടത്തുകയാണ്. ലണ്ടനിലെ ഹോട്ടലുകളുമായി ഇതിനോടകം തന്നെ ചർച്ച നടത്തിയിരുന്നു. ചില ആശുപത്രികളുമായും വാക്സിൻ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഈ മാസം 15 മുതൽ UK ഏതൊരു വിദേശിയും 5 ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയണമെന്നും 6-ാം ദിവസം RT-PCR പരിശോധന നടത്തണമെന്നും UK സർക്കാർ അറിയിച്ചിരിക്കുന്നു. പരിശോധനയിൽ കോവിഡ് നെഗറ്റീവായാൽ പുറത്തിറങ്ങാൻ സാധിക്കും.